Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഈ ഒരു ഫ്രൂട്ട് കൊണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കിടിലൻ ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യും. എന്നാലും ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്തെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കയ്യിൽ ചേർത്തെടുത്താലും മതി. ഞാനിപ്പോൾ തേങ്ങയാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തണ്ണിമത്തനാണ്. തണ്ണിമത്തനും എന്ന് പറയും, വത്തക്കാന്നും പറയും. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് തണ്ണിമത്തൻ ഈ ഒരു കളർ ലഭിക്കാൻ കാരണം. ഒരു പിങ്ക് കളറിൽ നിന്ന് നമ്മൾ തേങ്ങ ചേർത്തുകൊണ്ടാണ്. ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാരയും ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. തണ്ണിമത്തൻ കൊണ്ട് പലതരം ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, കുടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ തന്നെ 2 ഷേക്കും ഒരു ജ്യൂസും ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് വെക്കാം. ഐസ് ക്യൂബ് ചേർത്താൽ മതി. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ചേർത്തെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, നല്ല പോലെ അടിഞ്ഞു കിട്ടുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തെടുക്കാം. ഇപ്പം നമുക്ക് നല്ലൊരു കട്ടിയിൽ തന്നെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് എത്രയാണോ നമുക്ക് ജ്യൂസ് ആവശ്യം അത്രയും ചേർത്തെടുക്കാം. പിന്നെ ഓവറായിട്ട് വെള്ളം ചേർത്തെടുക്കരുത്. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ചുവ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജ്യൂസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാം. നമുക്ക് തമ്പനയിൽ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് സെർവ് ചെയ്യാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജ്യൂസ് ഇഷ്ടമായി വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയവർ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാക്കിയ പുഡിംഗ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നമുക്ക് പുഡിംഗ് റെസിപ്പി തന്നെ ആക്കിയെടുക്കാം. താങ്ക് യു.